നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സജീവമായി ഇടപെടുകയും അതിൽ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത ജീവിതമാണ് വി.എസ്. അച്യുതാനന്ദന്റേത്. ഒന്നിലും കീഴടങ്ങാത്ത സമര തീക്ഷ്ണത കൊണ്ടും ജനകീയതയെ മുറുകെ പിടിച്ച നിലപാടുകൾ കൊണ്ടും ജീവിതത്തെ അത്രമേൽ അർത്ഥപൂർണമാക്കിയ അദ്ദേഹം ജനങ്ങൾക്കൊപ്പമാവണം ഒരു രാഷ്ട്രീയ നേതാവെന്ന അടിസ്ഥാന പാഠം സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വി.എസ്. ആ ജനകീയതയാണ് ഒരു നേതാവിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള നിക്ഷേപമെന്നും അനുഭവങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തോടെ കേരളത്തെ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ അദ്ദേഹത്തെ പോലെ അധികം നേതാക്കളെ ഒന്നും കേരളം കണ്ടിട്ടില്ല. വിശ്രമിക്കാത്ത, വിട്ടുകൊടുക്കാത്ത ഈ പോരാട്ട വീര്യം തന്നെയാണ് വി.എസിനെ എക്കാലത്തെയും വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവാക്കുന്നതും. സംഭവബഹുലമാണ് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര. നീണ്ട പൊതുപ്രവർത്തനത്തിനിടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവയടക്കമുള്ള സമുന്നത പദവികൾ വി.എസ്. വഹിച്ചു. CPM-ലാകട്ടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ അംഗവുമൊക്കെ ആയിട്ടുണ്ട് വി.എസ്. ഇവിടെയൊക്കെയും വി.എസിന് പക്ഷേ ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ, ജനപക്ഷത്തിന്റെ മുഖം. 2006 മുതൽ 2011 വരെ നീണ്ട വി.എസിന്റെ മുഖ്യമന്ത്രി കാലത്ത് നടപ്പിലാക്കിയതും ജനക്ഷേമങ്ങളായ നിരവധി പദ്ധതികളാണ്. പാതി വഴിയിൽ മുടങ്ങിക്കിടന്ന പല പദ്ധതികളെയും പൂർണ്ണതോതിൽ എത്തിക്കുവാനും തുടക്കം പോലും അനിശ്ചിതത്വത്തിലായ പദ്ധതികൾക്ക് ജീവൻ നൽകാനുമൊക്കെ ആ 5 വർഷ കാലയളവിൽ സാധിച്ചു. വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്തെ ഏറ്റവും ശ്രദ്ധേയ പദ്ധതികളിലൊന്നാണ് വല്ലാർപാടം പദ്ധതി. രാജ്യത്തെ തന്നെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനലാണ് വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ. അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരിക്കെയാണ് 3200 കോടിയുടെ ഈ ബൃഹത് പദ്ധതി തുടങ്ങിയതും ഉദ്ഘാടനം ചെയ്ത് നടപ്പിൽ വരുത്തിയതും. ഇത് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ മുളവുകാട് ഗ്രാമപഞ്ചായത്തിലെ വല്ലാർപാടത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിക്ഷേപമുള്ള പദ്ധതിയാണിത്. കൊച്ചി തുറമുഖ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും സ്വകാര്യ പങ്കാളിത്തത്തിലുമാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. 2005 ഫെബ്രുവരി 1 നിർമ്മാണം ആരംഭിച്ച പദ്ധതി 5 വർഷത്തിനുള്ളിൽ 2011 രാജ്യത്തിന് സമർപ്പിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പൂർത്തീകരണത്തിലേക്ക് നയിച്ച ഒട്ടനവധി പ്രമുഖരെ കാണാൻ സാധിക്കുമെങ്കിലും പദ്ധതിയുടെ ശിലാസ്ഥാപനവും മുടങ്ങിക്കിടന്ന സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചതിന്റെയും ക്രെഡിറ്റ് വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയ്ക്ക് തന്നെയാണ്. പദ്ധതി വേണമെന്ന അന്തിമ തീരുമാനത്തിന് ശേഷം സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു. പിന്നീട് 2003 സെപ്റ്റംബറിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി രാജീവ് പ്രതാപ് റൂഡിയാണ് വിമാനത്താവളം സജീവ പരിഗണനയിലെന്ന് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ കണ്ണൂരിൽ വിമാനത്താവളം സ്ഥാപിക്കുമെന്ന് 2004 ഡിസംബറിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ലോക്സഭയെ അറിയിച്ചു. തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2005 മാർച്ചിൽ സംസ്ഥാന മന്ത്രിസഭ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനമെടുത്തു. 2005 ജൂലൈയിൽ വിമാനത്താവള ഭൂമിയുടെ പുതിയ രൂപരേഖ റവന്യൂ വകുപ്പ് തയ്യാറാക്കി. എന്തായാലും അദ്ദേഹത്തിന്റെ കാലയളവിൽ നിരവധി പദ്ധതികളാണ് ഇത്തരത്തിൽ പുനർജനിച്ചത്.